ചെയ്യേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക. ഇത് അനീഷ്കാവാലം പറഞ്ഞ കാര്യമല്ല, യഹോവയായ ദൈവം നേരിട്ട് പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ പറഞ്ഞതുപോലെ അല്ല, ഞാൻ പറഞ്ഞ കാര്യമല്ല, യഹോവയായ ദൈവം നേരിട്ട് പറയുകയാ. തങ്കമ്മേ, നീ ഇച്ചിരി ഇട്ടോ, ബാക്കിയല്ല നീക്കിക്കളക. അങ്ങനല്ല. ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക. ആഭരണം നീക്കിക്കളക. ഇത് കർക്കശമായിട്ട് ദൈവം പറഞ്ഞിരിക്കുക. നീക്കിക്കളക. ആട്ടെ, വിശദീകരിക്കുന്നൊന്നുമില്ല, നിങ്ങൾ അങ്ങ് മനസ്സിലാക്കിക്കൊണ്ടാ മതി. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇത് പറയാനായിട്ടൊന്നും അല്ല പ്രസംഗ വിഷയം എടുത്തത്. സന്ദർഭം വന്നു, മുഖാന്തിരം വന്നു, അപ്പോൾ ഇത് പറയുക. അങ്ങനെയാണല്ലോ ആത്മീക ശുശ്രൂഷ. നിങ്ങളിപ്പോൾ ചിന്തിക്കുക, ഇത് കേൾക്കാനാണോ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്? ഇതും കേൾക്കണം. സ്തോത്രം. ആഭരണം നീക്കിക്കളക. ഇതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി. യാക്കോബ് ഇതെല്ലാം കൂടെ കുഴിച്ചിട്ടു. യാക്കോബ് കുഴിച്ചിട്ടു. അങ്ങനല്ലേ 35 മുതൽ ഒന്ന് വായിച്ച ഉൽപ്പത്തി 35:1 മുതൽ ഒന്ന് വായിച്ച ബേഥേലിലോട്ട് പോകാൻ പോവുക. വായിക്കേ. ദേവൻ യാക്കോബിനെ, അല്ല, മലയാളത്തിലൊന്ന് വായിച്ചേച്ച് നമ്മളിലൂടെ ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ള വായിച്ചോ. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ്, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ എല്ലാം നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശെഖേമിനരികെയുള്ള കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. സ്തോത്രം. അപ്പൊ ഇത് ബേഥേലിലെ യാത്രയ്ക്ക് പറ്റുകയല്ല. ബേഥേലിലെ ആരാധനയ്ക്കും ഇത് പറ്റുകയല്ല. സുക്കോത്തിലെ പ്രൈസ് ആൻഡ് വർഷിപ്പിനും ആരാധനയ്ക്കും ഇതൊക്കെ പറ്റും. സുക്കോത്ത് വർഷിപ്പ് ലീഡർ അത് പറ്റും. മനസ്സിലാകുന്നില്ല. സുക്കോത്ത് കൊയർ ടീം അവർക്കിത് പറ്റും. പക്ഷെ ബേഥേലിലെ ആരാധനയ്ക്ക് ഇത് പറ്റുകയല്ല. അതാ യാക്കോബ് പറഞ്ഞ, നാം പുറപ്പെട്ട് ബേഥേലിലെ എല്ലാവരും നമുക്ക് ബേഥേലിൽ പോകാം. നമ്മളിപ്പോ പഠിച്ച് കിടക്കുക. അതാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നേ. പെങ്കച്ചൊരണം പരുവക്കേടായി. 34 ശിമയോനും ലേവിയും വാളെടുത്ത് വെട്ടാൻ പോയി, പരുവക്കേടായി. കുടുംബത്തിൽ പ്രശ്നങ്ങൾ നടക്കുക. അപ്പൊ യാക്കോബിന് മനസ്സിലായി, ഈ പ്രശ്നങ്ങളെല്ലാം വരാൻ കാരണം ബേഥേലിൽ പോകാത്തത് കൊണ്ടാണ്. കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി കടന്നു പോയപ്പോൾ, പ്രതികൂലത്തിന്റെ തീച്ചൂളയിൽ കൂടി കടന്നു പോയപ്പോൾ ബേഥേലിൽ വെച്ച് ദൈവം വെളിപ്പെട്ടു. ഒരു ഗോവണി കണ്ടു. ആ സ്വർഗത്തോളം എത്തുന്ന ഗോവണി ദൂതന്മാരെ കയറുകയും ഇറങ്ങുകയും ചെയ്യുക. അന്ന് രാത്രി യാക്കോബിനോട് ദൈവം ഇടപെട്ടു. ദൈവം സംസാരിച്ചു. ദൈവം ബലപ്പെടുത്തി. യാക്കോബ് ഉറക്കമുണർന്ന്, അയ്യോ ഈ സ്ഥലം എത്ര ഭയങ്കരം, ഏതോ ഈ സ്ഥലത്തുണ്ടായിരുന്ന സത്യം ഞാനോ ഇത് അറിഞ്ഞില്ല. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. തലയണയായി വെച്ച കല്ലെടുത്ത് തൂണാക്കി നിർത്തി എണ്ണയൊടിച്ച് അഭിഷേകം ചെയ്ത് ഒരു തീരുമാനമെടുത്തു. ആമേൻ, സ്തോത്ര. യാക്കോബ് ഒരു നേർച്ച നേർന്ന 27:20 യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാത്ത് എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും നിന്ന് എന്നെ എൻ്റെ അപ്പന്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും.
തന്നെയുമല്ല, നീ എനിക്ക് തരുന്നതിന് ഞാൻ കൃത്യം ദശാംശവും തരും. ദൈവം ഇത് മുദ്ര വെച്ചു. ഭക്ഷിപ്പാൻ ആഹാരം തരണമെന്നാ പറഞ്ഞ് തിന്നിവൻ രൂപാട് വന്നു. വസ്ത്രം തരാൻ പറഞ്ഞു. ഇഷ്ടം പോലെ വസ്ത്രം, ഇഷ്ടം പോലെ വസ്ത്രം. പിള്ളേര് ആവശ്യത്തിന്, സമ്പത്ത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ. അപ്പൊ സമ്പത്തായി, പിള്ളേരായി, ചുറ്റുപാടായി, പരുവക്കേടെല്ലാം മാറി. അന്നേരം പുള്ളി ബഥേലി പോകുന്നില്ല. പുള്ളി സുക്കോത്തിൽ ചെന്ന ഉടനെ പുള്ളി ഒരു വീട് പണിതു. എന്നിട്ട് കന്നുകാലിക്കല്ല ഒരു തൊഴുത്തും കെട്ടി. ഫാമേ കനാൻ മിൽമ സൊസൈറ്റി. യാക്കോബിന്റെ ഫാമിന്റെ പേരാണ് കനാൻ. കിടക്കുന്നത് സുക്കോത്തില. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു, ബോർഡ് വെച്ചത് കൊണ്ടോ ഫ്ലെക്സിൽ കാര്യം വന്നത് കൊണ്ടൊന്നും അല്ല, നീ ബഥേലി പോകണം. നീ ബഥേലി പോയാലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ആ പുള്ളിക്ക് നല്ല ബുദ്ധി കുതിച്ചത്. യാക്കോബ് ഇടുന്ന നമുക്കെല്ലാം ബഥേലി പോകാം. പിന്നെ അപ്പം പറഞ്ഞ് പെമ്പളമാരോടും പിള്ളേരോടും പറഞ്ഞ്, പിന്നെ കുഞ്ഞനാമ്മേ ബഥേലി പോകുമ്പം ഈ പരുവത്തിന് അങ്ങോട്ട് ചെല്ലാൻ ഒക്കുകയല്ല. ബഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. സുക്കോത്തിലെ ആരാധന എന്ന് പറഞ്ഞാൽ അവിയല് സമമാ, അവിയല് സമമാ. പക്ഷെ ബഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. അപ്പൊ അങ്ങോട്ട് പോകണമെങ്കിൽ വസ്ത്രം മാറണം, പിന്നെ കുളിക്കണം, അന്യദേവനെയെല്ലാം നീക്കി കളയണം. ഈ ഓരോന്നിലുമൊക്കെ ഓരോ അന്യദേവന്റെ കൊത്തും ചിത്രമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് ഇരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ അവകാശവാദം ഉന്നയിക്കും. മനസ്സിലാകുന്നില്ല? ഓരോന്നിനകത്തെ കൊത്തുപണിയൊക്കെ നോക്കിയാൽ എന്തേലുമൊക്കെ ഒരു ചെറിയ, എന്നാൽ ഇത് ചെയ്യുന്ന ആൾക്കാർ വേറെയാണല്ലോ. അപ്പം അത് എന്തേലുമൊക്കെ അതിനകത്തൊരു ചെറിയ കൃത്രിമമൊക്കെ വെക്കും. അപ്പം ഇതുമൊക്കെ ഇട്ടുകൊണ്ട് ജീസസ് ഇങ്ങനെ വെക്കുമ്പം മറ്റേ പുള്ളി നിന്ന് പിടിക്കും, വിടുകയല്ല മോളി വിടുക, അതായി ഇങ്ങനെ കിടന്നിരിക്കുന്നത്. മനസ്സിലാകുന്നില്ല? വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരിക്കുമ്പോൾ പതുക്കെ മനസ്സിലായിക്കോളും. ഇപ്പം പിടി കിട്ടുകയല്ല, ഇല്ലേ നാളെ പിടി കിട്ടിക്കോളും. ബഥേലിന്റെ ആരാധന വേർപാടിന്റെ ആരാധനയാണ്. അപ്പോൾ വേർപാടിന്റെ ആരാധനയ്ക്ക് ഇവിടുത്തെ ഈ കിശുമത്ത് കൊണ്ടൊന്നും പോയാൽ ഒക്കത്തില്ല. വസ്ത്രം മാറണം, കുളിക്കണം, അന്യദേവനെയെല്ലാം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കണം. നമ്മൾ ബഥേലിലോട്ട് പോകാൻ പോവാ. അവിടെ ആ ദൈവപ്രത്യക്ഷത. ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ, ഇല്ലേ? മനസ്സിലാകുന്നുണ്ടോ? അതറിഞ്ഞാൽ മതി. അല്ലെ ഞാൻ പോയി കഴിയുമ്പോൾ അയാൾ എന്നാ പറഞ്ഞു, ഒന്നും പിടികിട്ടിയില്ല, എന്തോ അങ്ങനെ പറയരുത്. യാക്കോബ് അതെല്ലാം കുഴിച്ചിട്ടു. സ്തോത്രം. അത് മുഴുവൻ യാക്കോബ് കുഴിച്ചിട്ടു. കുഴിച്ചിട്ടേച്ച് പറഞ്ഞ് നമുക്ക് ബഥേലിലെ ആരാധനയ്ക്ക് പോകാം. ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളവർ പറയുന്നത്, ഈ എവിടാ ഇത് കുഴിച്ചിട്ടത്? കരുവേലകത്തിന്റെ. എവിടാ കുഴിച്ചിട്ടത്? കരുവേലകത്തിന് കീഴിൽ. കരുവേലകത്തിന്റെ കീഴിലാ ഇത് കുഴിച്ചിട്ടത്, കരുവേലകത്തിന്റെ കീഴിൽ. എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളവരൊക്കെ പറഞ്ഞത് കണ്ടമാനം വേരുമൊക്കെ ഉണ്ടെന്നാ. ഇതിനിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊക്കത്തില്ല. എടുക്കാൻ പിന്നെ അതിലെല്ലാം കറങ്ങി തിരിഞ്ഞടിച്ചേച്ച് കുറച്ച് വർഷം കഴിയുമ്പോൾ എടുക്കാന്ന് വെച്ചാൽ വേര് വന്ന് മൂടി കയറി എടുക്കാനൊക്കുകയല്ല. എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ട് വർജിച്ചെന്നാ അതിൻ്റെ അർത്ഥം. സ്തോത്രം. അപ്പൊ ഇത് കരുവേലകത്തിന്റെ കീഴെ കുഴിച്ചിട്ടു. ആട്ടെ, ഇനി വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഇത് വ്യർത്ഥമായിട്ട് സൗന്ദര്യം ഉണ്ടാക്കുന്ന വസ്തുവാ.
വ്യർത്ഥമായിട്ട് സൗന്ദര്യം വരുത്തുക. കാരണം മോശ സൗന്ദര്യ സമ്പൂർണനാ, പക്ഷെ ആ സൗന്ദര്യം പുള്ളി വലുതായിട്ട് കണ്ടില്ല. അത് പറയാൻ ഇത്രയും പറഞ്ഞത്. ഇത് വ്യർത്ഥമായ സൗന്ദര്യമാ. വായിച്ചേ, യെരമ്യാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചേ. യെരമ്യാവ് 4:30. ഇങ്ങനെ ശൂന്യമായി പോകുമ്പോൾ നീ എന്ത് ചെയ്യും? നീ രക്താംബരം ധരിച്ചാലും പൊന്നാഭരണം അണിഞ്ഞാലും നിന്റെ കണ്ണിൽ മഷി എഴുതിയാലും വ്യർത്ഥമായി നിനക്ക് സൗന്ദര്യം വരും. തമിഴിൽ വായിച്ചേ. പാഴായി പോന നീ இப்பொழுது என்ன செய்வாய்? நீ இரத்தாம்பரம் உடுத்தாலும் பொன்னாபரணங்களால் உன்னை சிங்காரித்தாலும் உன் கண்களில் மையிட்டு கொண்டாலும் வீணாய் உன்னை அழகுபடுத்துவாய். சோரநாயகர் உன்னை அசட்டை பண்ணி உன் பிராணனை வாங்க தேடுவார்கள். അപ്പോൾ ഇത് വ്യർത്ഥമായിട്ട് സൗന്ദര്യം വരുത്തുക. എന്തുവാ? ആഭരണം. ഓൾറെഡി ദൈവം നിന്നെ സൃഷ്ടിച്ചപ്പോൾ നിനക്ക് സൗന്ദര്യമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, കറുപ്പിലും വെളുപ്പിലും അല്ല സൗന്ദര്യം. ഈ സിനിമാ പാട്ട് കേട്ടിട്ടുണ്ട്, നാടകത്തിൻ്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്, പിന്നെ പാടുന്നതും കേട്ടിട്ടുണ്ട്. സിനിമയാണോ നാടകമാണോ ആരാന്നോ എഴുതി ഒരു പാട്ടിൽ ഇങ്ങനുണ്ട്, കറുപ്പിന് 7 അഴകാന്ന്. നിങ്ങൾ സിയോൻ ഗീതം മാത്രമേ കേൾക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. അങ്ങനെ കറുപ്പിന് അല്ല, രാവിലെ കണ്ണാടി പോയി നോക്കുക, കണ്ണാടിയും തല്ലി പൊട്ടിച്ച് കണ്ണാടി മേടിച്ചവനെ തെറിയും പറഞ്ഞേച്ച് വരികയല്ല. നോക്കിയപ്പം കറുത്തിരിക്കുക, കറുപ്പിന് അഴക്. അതെ, നല്ല അഴക. വെളുപ്പിനേക്കായാലും സൗന്ദര്യം കറുപ്പിനാണെന്ന് ആൾക്കാർ പറയുന്നത്. ഇനി ഹൈന്ദവർ പറയുന്നത് കൃഷ്ണന് കറുപ്പ് നിറവാന്ന. പിന്നെ അവർ കുറച്ചുകൂടെ അതൊക്കെ ഒന്ന് ബൈബിളിൽ വെച്ച് കാർവർണ്ണൻ അല്ലേ, മേഘവർണ്ണൻ. അമ്മ ഉറങ്ങുകയെന്നോ? അമ്മേ മറ്റേ കസാരയാന്നേ കൈ വെക്കാറുണ്ട്, ഇത് താഴെ പോവും. അപ്പം രണ്ട് വശത്തും കൈയില്ലെന്ന് ഓർത്തോണം. അവരങ്ങനെ പറയാന്ന്. നമ്മൾ സ്കൂളിൽ പഠിച്ചതാ, മലയാള നാട്ടിലെ സ്കൂളിൽ പഠിച്ചതാ. കാർവർണ്ണൻ തന്നെ കൺമുനയായൊരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ. കാർവർണ്ണൻ തന്നെ കൺമുനയായൊരു കാർവണ്ടു വന്നിങ്ങു മെല്ലെ മെല്ലെ. പാടാൻ നേരമില്ല, ഇതെല്ലാം വണ്ട്, അതും കറുത്തതാ. പക്ഷേ ഞങ്ങളുടെ അവിടെ ഈയിടെ ഒരു വെള്ളവണ്ട് വന്ന്, വണ്ടില്ലേ വണ്ട്, യോ വെള്ളവണ്ട് കണ്ടിട്ടില്ല, കറുത്തതാ. എന്തായാലും കറുപ്പും വെളുപ്പും അല്ല വിഷയം. വെളുത്തവര് മോശക്കാരാന്നും കറുത്തവര് മാത്രം നല്ലതാന്നും കറുത്തവര് മോശക്കാരാന്നും വെളുത്തത് മാത്രം നല്ല എന്നല്ല വാദം. ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ദൈവം സൗന്ദര്യം തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സൗന്ദര്യമുള്ളവരാ, ഇല്ലേ? ഇല്ലേ? പറ. ഒരു ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം. പിള്ളേര് വന്നിട്ടുണ്ടോ? എന്തിയെ? ആരാ കുഞ്ഞ്? മോളുടെ എഴുന്നേറ്റ്. ഇത്രയും പിള്ളേരുടെ കൂട്ടത്തിൽ നമ്മുടെ ദൃഷ്ടിയിൽ ഇവക്കല്ലേ സൗന്ദര്യം? പറ. അവക്കാ സൗന്ദര്യം. മോളവിടുന്നു. ഓരോരുത്തർക്കും മറ്റു കുഞ്ഞുങ്ങൾ ഏത് വിലയേറിയ വസ്ത്രം ധരിച്ചാലും എന്തൊക്കെ സാധനങ്ങൾ അണിഞ്ഞാലും വന്നാലും അവനവന്റെ കുഞ്ഞായ ഏറ്റവും സൗന്ദര്യം. ഇതുപോലെ ആ സ്വർഗത്തിലെ ദൈവത്തിന് നാമെല്ലാം ദൈവമക്കളാ.
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവിടുന്ന് അധികാരം കൊടുത്തിരിക്കുക. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സകല പ്രിയപ്പെട്ടവരും ദൈവത്തിന്റെ മക്കളാണ്. ആ മക്കളാകുന്ന സകലർക്കും സൗന്ദര്യം ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും സൗന്ദര്യമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. അത് ദൈവിക സൗന്ദര്യമാണ്. അതുകൊണ്ട് ഇനി വേറൊരു സൗന്ദര്യം അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓ, ഇത് പുള്ളി ഒരു പരുവത്തിന് വിട്ടെന്നേ ഉള്ളൂ, കുറച്ചുകൂടെ എനിക്ക്. സ്തോത്രം. നമുക്കെല്ലാം സൗന്ദര്യമുണ്ട്. അത് ആ ദൈവിക സൗന്ദര്യമാണ്. അതിനപ്പുറം ഒരു സൗന്ദര്യം ഉണ്ടാക്കണ്ട. വ്യർത്ഥമായിട്ട് ആ സൗന്ദര്യം ഉണ്ടാക്കുന്നത്. ചാന്തും പൊട്ടും അതും ഇതും എല്ലാം തേച്ചും മിനുക്കിയും തൂത്തും എന്ത് സമയമെനക്കേടാന്നറിയാമോ? വാലിട്ടെഴുതിയപ്പം കണ്ണെഴുതിയെന്ന് അവിടെ എഴുതിയേക്കുന്നത് അല്ലേ? വാലിട്ടെഴുതി ഇച്ചിരി നീണ്ടു പോയി. അയ്യോ, ഇത് നീണ്ടു തുടച്ചേ. പിന്നെ അവൻ അത് വെള്ളം മുക്കി തുടക്കേ. ഓ, അത് മുഴുവൻ പടന്നു. അവനിത് വല്ലതും അറിയാവോ? അത് മുഴുവൻ നിങ്ങൾ തൂത്തിയപ്പം ഇവിടെയും പറ്റി. ഞാൻ ഇനി യോഗത്തിന് വരുന്നില്ല, നിങ്ങൾ പോ. കണ്ടോ? ഉദാഹരണമായി പറയാനേ, വ്യർത്ഥമായിട്ട് ഒരു സൗന്ദര്യവും വരുത്തണ്ട. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സൗന്ദര്യമുള്ളവരാ. ഈ കുഞ്ഞുങ്ങളെല്ലാം സൗന്ദര്യമുള്ളവരാ. ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ദൈവിക സൗന്ദര്യം ആയിട്ടൊന്നും വരുത്തണ്ട. അത് ശാശ്വതമല്ല. ചികിമിന്നുക്കിയ ഓമന മുടികൾ വെള്ളയായി തീർന്നിടുമേ. നിന്നുടെ മുഖം കുഴിഞ്ഞഴകെല്ലാം പോയി നീ തപ്പി നടന്നിടുമേ. ചികിമിന്നുക്കിയ ഓമന മുടികൾ വെള്ളയായി തീർന്നിടുമേ. നിന്നുടെ മുഖം കുഴിഞ്ഞ് അഴകെല്ലാം പോയി നീ തപ്പി നടന്നിടുമേ. യൗവനക്കാരാം നിന്നുടെ യൗവനം നാശത്തിലാകരുതേ. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. യൗവനക്കാരി നിന്നുടെ യൗവനം നാശത്തിലാകരുതേ. നിന്നുടെ യൗവനം നാശത്തിലാകാതെ രക്ഷകനെ ഏൽപ്പിക്കാം. അത്തിമരത്തിൻ ഫലമെടുപ്പതിനായി നാഥൻ വരും അളവിൽ. അത്തിമരത്തിൻ ഫലം എടുപ്പതിനായി നാഥൻ വരും അളവിൽ. ഫലമില്ലാതിരുന്നാൽ നിന്നെ എത്ര ഭയങ്കരമേ. അത്തിമരത്തിൻ ഫലം എടുപ്പതിനായി നാഥൻ വരും അളവിൽ. ഫലമില്ലാതിരുന്നാൽ വെട്ടുമൂടൻ നിന്നെ എത്ര ഭയങ്കരമേ.
ശ്രദ്ധിക്കുക, ഇത് വ്യർത്ഥമായിട്ട് സൗന്ദര്യം ഉണ്ടാക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നമുക്ക് സൗന്ദര്യം തന്നിട്ടുണ്ട്, അത് മതി. വ്യർത്ഥമായ സൗന്ദര്യമൊന്നും ഉണ്ടാക്കാതെ വരുത്താതെ ഇരിക്കുന്നതാ ഏറ്റവും നല്ലത്. മാത്രമല്ല, പുസ്തകം പഠിപ്പിക്കുന്നത് ഇത് എറിഞ്ഞു കളയാനാ, കല്ലിനിടയിലിടാനാ. നിങ്ങളാണ്ട് ഇയ്യോബിന്റെ പുസ്തകം, അവിടെ കരുവേലകത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടു, കുഴിച്ചിടാത്ത ആരെങ്കിലും ഉണ്ട് അത് കല്ലിനിടയിലും കൊണ്ട് ഇട്ടേക്കണമെന്നാ. നിങ്ങൾ ആ ഇയ്യോബിന്റെ പുസ്തകം 22:24 ഒന്ന് വായിച്ചേ. നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ടുകളക. അതാ നല്ലത്. എടുത്തോണ്ട് പോകുകയൊന്നും വേണ്ട, തോട്ടിനിടയിലെ കല്ലിനിടയിലിട്ടാ എടുക്കാൻ പിന്നെ ബുദ്ധിമുട്ടാണ്. സ്തോത്രം, മനസ്സിലായോ? വേണ്ട, അങ്ങ് വെക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. സ്തോത്രം. ഇപ്പം സഹോദരിമാർ ചിലർ ചിന്തിക്കുക, ഞാൻ എന്ത് വായിട്ടലച്ച അച്ചാൻ ഇത് മേടിച്ച് തന്നത്. ചെല്ലു പറയും, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച 2.5 പവൻ്റെ മേടിച്ചത്. എന്ത് ഞാൻ ഇത് കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ മാലയും കൂടെ തന്നില്ല, ഞാൻ കല്യാണ മണ്ഡപത്തിൽ വരത്തില്ല. പിന്നെ അച്ചായനും അമ്മയും കൂടെ രാത്രി ഓടി നടന്ന് ആരാണ്ടോട് ഒക്കെ ചോദിച്ച് മേടിച്ച് ഇത് തന്നത്. അപ്പം അങ്ങേര് പറയുക, ഇതെല്ലാം ഇട്ടേ ചോടാൻ. പുസ്തകം പഠിപ്പിക്കുന്ന ഒരു വാക്യവും കൂടെ പറഞ്ഞേച്ച് സഹോദരിമാർക്കൊരു ധൈര്യം ഉണ്ടാകട്ടെ. സഹോദരന്മാർക്കും നിങ്ങൾക്കൊരു ധൈര്യത്തിന് വേണ്ടി പറയുക, ഈ ആഭരണത്തെക്കായാലും നല്ല ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നല്ല കാര്യം വേണോ ചീത്ത കാര്യം വേണോ? പറ. നല്ലത്. അപ്പോൾ ആഭരണത്തേക്കാൾ നല്ല ഒരു സാധനമുണ്ട്, അത് വേണോ ആഭരണം വേണോ എന്ന് നിങ്ങൾ പറ. മിണ്ടുകയല്ല. ഉണ്ട് ഉണ്ട്. അതാ വേണ്ടത്. അല്ല, അവർ പറയുന്നില്ല. അവർ പറയത്തില്ലേ? ആഭരണത്തേക്കാൾ നല്ലൊരു സാധനമുണ്ട്, അത് വേണോ ആഭരണം വേണോ? രണ്ടും വേണമായിരിക്കും. പക്ഷെ ഇത് ഞാൻ കളയത്തുമില്ല എന്നാ അതെനിക്ക്. അപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നത് ആഭരണത്തെക്കാൾ നല്ല ഒരു കാര്യം. നിങ്ങളാണ്ട് ഇയ്യോബിന്റെ പുസ്തകം സദൃശവാക്യം എടുത്താട്ടെ. സദൃശവാക്യം 20:15 ഒന്ന് വായിച്ചേ. സദൃശവാക്യം 20:15. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ. പൊന്നും അനവധി മുത്തുകളും ഉണ്ടല്ലോ. പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. അതാ ഏറ്റവും നല്ലത്. പരിജ്ഞാനമുള്ള അധരമാണ് വിലയേറിയ ആഭരണം. അത് വിലയേറിയത് വേണോ വില കുറഞ്ഞത് വേണോ? മിണ്ടുന്നില്ലല്ലോ ആരും. എല്ലാം വേണമെന്നും പറഞ്ഞായിരിക്കുന്നത്. പൊന്നും അനവധി മുത്തുകളും ഒക്കെ ഉണ്ട്, എന്നാൽ പരിജ്ഞാനമുള്ള പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. അതാണ് വിലയേറിയ ആഭരണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഒരു തീരുമാനമെടുത്തു, നിങ്ങൾക്ക് ദോഷമൊന്നും വരികയില്ല. എനിക്ക് പരിജ്ഞാനമുള്ള ആദരം, പരിജ്ഞാനമുള്ളൊരു നാവ്, അതാ വിലയേറിയ ആഭരണം. ഞാൻ ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞെന്നേ ഉള്ളൂ. നമ്മുടെ ഭാഗത്തേക്ക് മടങ്ങി വരാം. അപ്പോൾ വ്യർത്ഥമായ സൗന്ദര്യം ഒന്നും വരുത്തണ്ട. അക്കാലത്ത് ജീവിച്ച സകല വ്യക്തികളിലും സൗന്ദര്യം കൊണ്ട് ഒന്നാമനായിരുന്നു മോശ. ആ മോശ ഒരു തീരുമാനമെടുത്തു, എനിക്ക് ഈ സൗന്ദര്യമല്ല ഞാൻ വലുതായിട്ട് കാണുന്നത്, എനിക്ക് ക്രിസ്തുവിന്റെ നിന്നയാ. പ്രൈസ് ദി ലോർഡ്. സൗന്ദര്യം പുഴുപോലെ ക്ഷയിച്ചു പോകുന്നതാ. ദൈവത്തിന് സ്തോത്രം. പുഴുപോലെ ക്ഷയിക്കും. സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവങ്ങളാണ് പ്രചാരം നേടിയ പല ആൾക്കാരും അവസാനം പോയത് എങ്ങനെയാന്ന് പത്രത്തിലും മറ്റ് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കാണുകയും എടുക്കുകയും ചെയ്തതാ, ഇല്ലയോ? വിവരിക്കുന്നില്ല, പേരുമൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. ബോംബെയിലെ പണ്ട് ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല, സൗന്ദര്യ ഒരു റാണി,
ഇപ്പോഴല്ല, പഴയ ആൾക്കാർക്കറിയാം. ആ സൗന്ദര്യ റാണി വന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടി അവളെ കാണാന്. കൂടുതലും യൗവനക്കാരും മധ്യവയസ്കരുമാ കൂടുതലും കൂടിയത്. ഒരു നോക്ക് കാണാൻ എല്ലാവരും കണ്ടു. പുള്ളിക്കാരി സംസാരിച്ചു. അന്ന് ഇതുപോലെ മൊബൈലൊന്നുമില്ല, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് പുള്ളിക്കാരുടെ ഊപ്പാട് വന്നേനും. എല്ലാവരും കണ്ടു. അപ്പം അന്ന് അതിനെപ്പറ്റി അറിവുള്ളവർ പറഞ്ഞത്, ഈ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയായി ഈ പ്രോഗ്രാം ചെയ്തത്. അവർക്ക് കാശ് വേണ്ടേ? അതിൻ്റെ ഒരു പരിപാടി എടുത്തു. ഒരാപ്പിള് ഈ പുള്ളിക്കാരിക്ക് കൊടുത്തു. അവർ നേരത്തെ ധാരണയില്ല. പുള്ളിക്കാരി ആപ്പിളിൽ ഒന്ന് കടിച്ചു, ബാക്കി ആപ്പിള് ലേലം വിളിച്ചു. ഈ സൗന്ദര്യ റാണി കടിച്ച ആപ്പിളിൻ്റെ ബാക്കി കഴിക്കാൻ കാശുള്ളവനെല്ലാം കൂടെ ലേലം വിളിയാണ്. തുകയൊന്നും ഇപ്പം പറയുന്നില്ല. ആ ചെലവായതിൻ്റെ 10 ഇരട്ടി തുകയ്ക്കാ എവള് കടിച്ച ആപ്പിള് പോയത്. ആ കടിച്ച സഹോദരി വളരെ പ്രയാസത്തിൽ കൂടെ പോയെന്ന അറിവുള്ളവർ പിന്നത്തേതിൽ പറഞ്ഞത്. ഞാൻ ഇകഴ്ത്തി പറഞ്ഞതോ കൊച്ചാക്കി പറഞ്ഞതല്ല, സൗന്ദര്യം വ്യർത്ഥമാണ്. അതെ, ഡെമ്പോടുവാണീടും ധനാഢ്യർ സാധുക്കളായോരും ഡെമ്പോടുവാണീടും ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അങ്ങേ ഒരുപോലെ ലോകം എല്ലാരും അങ്ങേ ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീയതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ അപ്പൊ ശ്രദ്ധിക്കുക, മോശ ഈ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, സൗന്ദര്യം വ്യർത്ഥമാ, ഇത് നിലനിൽക്കുന്നതല്ല, ഇത് ശാശ്വതമല്ല. എന്നാൽ നിലനിൽക്കുന്ന ഒന്നുണ്ട്, അത് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയാൽ ആമേൻ സ്തോത്രം, അതാണ് നിലനിൽക്കുന്നത്. 2, കുടുംബശ്രേഷ്ഠത. അതും വലിയ പ്രാധാന്യമായിട്ടൊന്നും മോശ കണ്ടില്ല. ഞാൻ ലേവി ഗോത്രത്തിൽപ്പെട്ടതാ, ആമേൻ സ്തോത്രം, അമ്രാമിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാ ഞാൻ, ആമേൻ സ്തോത്രം. പൗരോഹിത്യത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ ഗോത്രത്തോടാണ് കാര്യമെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും വലിയ വലുതായില്ല. മോശയ്ക്ക് മനസ്സിലായി കുടുംബശ്രേഷ്ഠത അതൊന്നും വലിയ വിഷയമുള്ളതല്ല. കുടുംബം നല്ലതാ, നല്ല കാര്യങ്ങൾ കുടുംബത്തിൽ സംഭവിച്ചെങ്കിൽ അതൊക്കെ എടുത്തു പറയുന്നത് നല്ലതാണ്. പക്ഷെ അതല്ല നിന്നെ നിത്യതയെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. നെഹ്റു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല. ഞാൻ മോത്തിലാൽ നെഹ്റുവിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാ. നല്ലത്, പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. സ്തോത്രം, സ്തോത്രം. ഞാൻ കരുണാനിധിയുടെ കുടുംബത്തിൽ പറഞ്ഞ ആളാ. നല്ലത്, പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. മനസ്സിലായോ? സ്തോത്രം, സ്തോത്രം. ഏത് കുടുംബത്തിൽ പറഞ്ഞാലും പുസ്തകം വെച്ചിരിക്കുന്ന വ്യവസ്ഥ, നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, ഒരേ ഒരു വ്യക്തി, കർത്താവാകുന്ന യേശു ക്രിസ്തു. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ കുടുംബശ്രേഷ്ഠത
അത് മോശ വലുതായിട്ട് കണ്ടില്ല. 3, വിദ്യാ നിപുണത, നല്ല വിദ്യാഭ്യാസം. മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി. മോശയെ പോലെ സാമർത്ഥ്യമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി ആ കാലത്തില്ല. പക്ഷെ മോശ വിദ്യാഭ്യാസത്തിനല്ല പ്രഥമ സ്ഥാനം കൊടുത്തത്, ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളോട് പറയാം, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പഠിക്കണം. നിനക്ക് നല്ല മാർക്കൊക്കെ ഉണ്ടോ? മിടുക്കി, അത് ആയി വരുന്നതേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പഠിക്കാവുന്നിടത്തോളം നന്നായിട്ട് പഠിച്ചോണം. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. അതിലെല്ലാം ഉപരി യേശുവിനെ ആരാധിച്ചോണം. നിങ്ങൾക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ നിയോഗമുണ്ടെങ്കിൽ നല്ലതുപോലെ വിദ്യാഭ്യാസം ചെയ്തിട്ട് നിങ്ങൾ വേലയ്ക്ക് ചുമല് കൊടുക്കണം. സ്തോത്രം, സ്തോത്രം. നല്ലതുപോലെ പഠിച്ച് മിടുക്കരായിട്ട് നന്നായിട്ട് പ്രസംഗിക്കണം, പാട്ട് പാടണം, സുവിശേഷം അറിയിക്കണം, എല്ലാ ഭാഷയും പഠിക്കണം. അപ്പൊ പിന്നെ എല്ലാ ഭാഷക്കാരോട് സുവിശേഷം പറയരുതോ? ഞാൻ കിടന്ന് കുഴയുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. സ്തോത്രം. നന്നായിട്ട് പഠിക്കണം എല്ലാവരും. പണ്ട് PM ഫിലിപ്പ് സാറ് പറഞ്ഞത്, ഞാൻ ആംഗലേയ ഭാഷ പഠിച്ചത് ജോലി കിട്ടാൻ വേണ്ടിയല്ല, സുവിശേഷം പറയാൻ വേണ്ടിയാണ്. അത് ഞാൻ എപ്പോഴും ഓർക്കും. ആംഗലേയ ഭാഷ, ഇംഗ്ലീഷ് പഠിച്ചതേ ജോലി കിട്ടാനുള്ള ഉദ്ദേശത്തോടല്ല പഠിച്ചത്, സുവിശേഷം അറിയിക്കാൻ വേണ്ടി പഠിച്ചതാണ്. അദ്ദേഹം അന്നത്തെ കാലത്ത് നന്നായിട്ട് സുവിശേഷം അറിയിച്ചു. എല്ലാവരും നന്നായിട്ട് പഠിച്ചോണം, നല്ലതുപോലെ പഠിച്ചോണം. പനിയാന്ന് പറഞ്ഞ് സ്കൂളിൽ പോകാതിരിക്കരുത്. ഇത് പനിയാ, നന്നായിട്ട് പഠിക്കണം പിള്ളേരില്ല. അപ്പോൾ ഈ മോശ അന്നത്തെ കാലത്ത് ജീവിച്ചവരിൽ ഏറ്റവും വിദ്യാ നിപുണനാ. പക്ഷെ മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, വിദ്യാഭ്യാസം നല്ലതാ, പഠിക്കാവുന്നിടത്തോളം പഠിച്ചോണം. പക്ഷെ അതല്ല ഏറ്റവും ശ്രേഷ്ഠം, ക്രിസ്തുവിന്റെ നിന്ന. പ്രൈസ് ദി ലോർഡ്. അടുത്തത് വലിയ നിക്ഷേപത്തിന്റെ ഉടമസ്ഥനാ മോശ. മിസ്രയീമിലെ നിക്ഷേപം, അത് നിർണയിക്കാൻ പറ്റാത്ത സ്വത്താ മിസ്രയീമിൽ. അത് മുഴുവൻ മോശയ്ക്കുള്ളതാ. പക്ഷേ മോശ ആ സമ്പത്തിനെ വലുതായിട്ട് കണ്ടില്ല. ആ നിക്ഷേപങ്ങളെക്കാൾ വലുത് ക്രിസ്തുവിനെ നിന്ന വലിയ ധനമെന്നെണ്ണി. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരു തീരുമാനമെടുത്ത് പോകണം. കുടുംബശ്രേഷ്ഠ നല്ലതാ, സമ്പത്ത് നല്ലതാ, വിദ്യാ നിപുണത നല്ലതാ, സൗന്ദര്യം അതെല്ലാം നല്ലതാ, ആരോഗ്യം, കായബലം അതൊക്കെ നല്ലതാ. ഒരു പ്രശ്നം ഉണ്ടായാൽ പിടിച്ചു മാറ്റാനും കയറി ഏക്കാനും ഒക്കെ ആരോഗ്യമുള്ളത് നല്ലതാ. കാസാവലി വെള്ളം വലിച്ചെവിടെയും മാറിപ്പോയി നിൽക്കുക, അതും ആരെങ്കിലും ഓടിപ്പോകുമ്പോൾ കാറ്റ് കൊണ്ടായി ഇവൻ താഴെ വീഴും. അപ്പം അതുകൊണ്ട് ആരോഗ്യമുള്ള നല്ലതാ, കായബലം നല്ലതാ. അത് അടിപിടി കൂടാനല്ല, നല്ല ധൈര്യത്തോടെ സുവിശേഷം അറിയിക്കാൻ. സ്തോത്രം. ആരോഗ്യമേ നല്ല ഉശിരോടെ ഒരു വാക്യം പറയുമ്പോൾ നല്ല പവർ ആയിരിക്കണം. ക്ഷീണിതരും രോഗികളും ബലഹീനരുമായ ആൾക്കാർ പറയുന്നതിലും കുറച്ചുകൂടെ പവറാ നല്ല ആരോഗ്യമുള്ളവർ പറയുന്നത്. ആ ആരോഗ്യം കർത്താവിന് വേണ്ടി ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് ഒരു കാര്യം പിടിക്കട്ടെ, കായബലം, ആരോഗ്യം അത് അത്ര സ്ഥിരതയുള്ളതല്ല. ഒരു ചെറിയ രോഗം വന്നാൽ മതി, അന്നേരം നമ്മൾ ക്ഷീണിക്കും. സഭയിലൊക്കെ വഴക്കുണ്ടാക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇവിടെ കുഴപ്പമില്ല, ചിലയിടങ്ങളിൽ ഭയങ്കര ബഹളവും വഴക്കും. അവസാനം അവനെ വയറ്റിൽ കിടക്കുന്ന ഒരു വരെ ഇങ്ങനെ അനങ്ങിയാൽ മതി, ചുരുണ്ട് ചെമ്മീൻ കിടക്കും പോലെ കട്ടിലേ കിടക്കും. നമ്മൾ എന്തോ പറ്റി തങ്കച്ച, മിണ്ടാ മേലല്ലയോ? കഴിഞ്ഞ ആഴ്ച അവിടെ കിടന്ന് നന്നായിട്ട് മിണ്ടിയായിരുന്നല്ലോ. ദയനീയ നോട്ടം, ഒട്ടും മിണ്ടാൻ മേലല്ലേ? കഴിഞ്ഞ ആഴ്ച സഭയിൽ കിടന്ന് അനാവശ്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. എന്നാ പറ്റി? എഴുന്നേക്കാവോ? എന്തേലും കഴിച്ചോ? എന്തേലും വേണോ? ഇതിനേ ഉള്ളു നീ. എൻ്റെ ഭാഷ പറഞ്ഞാൽ നല്ലൊരു പനിക്ക് നീ ഇല്ല. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ സ്തോത്രം, കായബലം കൊണ്ടൊന്നും നടക്കത്തില്ല.
6 അടി പൊക്കമുള്ള അവറാച്ചൻ നല്ല ആരോഗ്യമുണ്ട്, 85 കിലോ ഉണ്ട്. പക്ഷേ ചിന്നമ്മ കോവിഡായിട്ട് ശ്വാസം പോകും. ഞെട്ടിയപ്പം അവറാച്ചൻ ഇങ്ങനെ നോക്കി നിന്നല്ലാതെ കണ്ടതല്ലേ, മുഖപ്പട്ട എല്ലാം കെട്ടി. 6 അടി പൊക്കമുണ്ട്, 85 കിലോ ഉണ്ട്, നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ ചിന്നമ്മ അപ്പുറത്തെ മുറി കിടന്ന് ചിപ്പം ഇങ്ങനെ നോക്ക് എന്ന് വെച്ചാൽ ചിന്നമ്മയ്ക്ക് ഒരു അന്ത്യചുംബനം കൊടുക്കാൻ പോലും അവറാച്ചനെ കൊണ്ട് കഴിയത്തില്ല. അത്രേ ഉള്ളു നമ്മളെ കൊണ്ട്. എൻ്റെ ഭാഷ നിങ്ങൾ ചിലപ്പം പറയും അങ്ങനെ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ ഭാഷ പറഞ്ഞാൽ നിന്നെ കൊണ്ടൊരു ചുക്കും നടക്കുകയല്ല, ഒന്നും നടക്കുകയല്ല. എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ടും ഒന്നും നടക്കത്തില്ല. വല്ലതും അവിടുത്തെ കൃപയാൽ. ജ്ഞാനി തന്റെ ജ്ഞാനത്തിലും ധനവാൻ തന്റെ ധനത്തിലും ബലവാൻ തന്റെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയിൽ പ്രശംസിക്കേ. പ്രൈസ് ദി ലോർഡ്. കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവ മിത്രമാക്കിയേ. കാൽവറി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത, ശത്രുവാം എന്നെ ദൈവ മിത്രമാക്കിയേ. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി, ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. രക്തവും ചിന്തി യേശു എന്നെ രക്ഷിപ്പാനായി, ഈ സ്നേഹസ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. ഓ ദുഃഖത്തിൽ ആശ്വാസമായി, രോഗത്തിൽ എൻ സൗഖ്യമായി, ഘോര വിപത്തുകളിൽ എന്നെ ശാശ്വത ഭുജങ്ങളാൽ മാർഗോടണച്ചി, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ശാശ്വത ഭുജങ്ങളാൽ മാർഗോടണച്ചി, ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഓ ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഞാന് 9 മണിക്ക് പ്രസംഗം നിർത്താനാ ഇരുന്നത്. അപ്പോൾ 7 മണിക്ക് തുടങ്ങി 9-ന് നിർത്താനാ ഇരുന്നത്. എന്നാൽ ഒരു 7:25 ആയപ്പോഴാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഒരു 4-5 മിനിറ്റും കൂടി എടുത്ത് അങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. ഒരു 5 മിനിറ്റ് കൂടെ എടുത്തോട്ടെ. ഏ ഏ ഏ 1 മണിക്കൂർ എടുക്കാൻ പുള്ളി പറയുന്നു. 1 മണിക്കൂർ എടുക്കാൻ ഇല്ല. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. ഇപ്പം ഗുണമാകേണ്ട കാര്യമെല്ലാം പറഞ്ഞു. ആട്ടെ, ഒരു 4-5 മിനിറ്റ് കൂടെ എടുക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, സൗന്ദര്യത്തെ വലുതായി കണ്ടില്ല, കുടുംബശ്രേഷ്ഠത വലുതായി കണ്ടില്ല, കായബലം വലുതായി കണ്ടില്ല, കസേര ഇതൊന്നും വലുതായി കണ്ടില്ല. വലുതായി കണ്ടത് ക്രിസ്തുവിന്റെ നിന്ന. അത് വലുതായി കണ്ടു. അതിന്റെ കാരണം പറയാം. പാപത്തിന് തൽക്കാല ഭോഗം വേണ്ടാന്ന് വെച്ചു, ദൈവജനത്തോട് കൂടെ ചേർന്നു, കഷ്ടം തെരഞ്ഞെടുത്തു, നിന്ന വലിയ ധനമെന്ന് എണ്ണി. മോശ എന്താ ഇതെല്ലാം ഇങ്ങനെ ചെയ്യാൻ കാരണം? അതിന്റെ കാരണം ആ 11-ാം അധ്യായത്തിൽ അതിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. 25-ാം വാക്യം വായിച്ചേ. പ്രതിഫലം നോക്കിയത് കൊണ്ട് മതി. ഈ സൗന്ദര്യത്തെയും കസേരയെയും കായബലത്തെയും സമ്പത്തിനെയും കുടുംബശ്രേഷ്ഠതയും ജാതി ശ്രേഷ്ഠതയും ഒന്നും വലുതായി കാണാതെ പാപത്തിന്റെ തൽക്കാല ഭോഗം വേണ്ടാന്ന് വെച്ച് ദൈവജനത്തോട് കൂടെ ചേർന്ന് കഷ്ടം തെരഞ്ഞെടുത്ത് നിന്ന വലിയ ധനമെന്ന് മോശ എണ്ണാറുള്ളതിന്റെ കാരണം എന്നാന്ന് എബ്രായ ലേഖനക്കാരൻ പറയുക, പ്രതിഫലം നോക്കിയത് കൊണ്ട്.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രതിഫലം നോക്കിയാൽ നമുക്ക് ഇത് മുഴുവൻ ചപ്പെന്നും ചവർന്നും തോന്നും. 11-ാം അധ്യായത്തിൽ പ്രതിഫലം എന്നാ കൊടുത്തേക്കുന്ന, പ്രതിഫലം നോക്കിയത് കൊണ്ട് 10-ാം അധ്യായത്തിന്റെ 35 കൊടുക്കുന്നത് മഹാപ്രതിഫലമുള്ള ആ പദമാ കൊടുത്തേക്കുന്നത്. എങ്ങനെ? മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളത്. മോശയെ പറ്റി പറയുക പ്രതിഫലം നോക്കിയത് കൊണ്ടാ ഇത് വേണ്ടാന്ന് വെച്ചത്. ആ 10-ാം അധ്യായത്തിൽ എടുത്തു പറയുക മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മോശയ്ക്ക് ഒരു കാര്യം പിടികിട്ടി, ഇതെല്ലാം വിട്ടേച്ച് പോന്നാൽ ഒരു പ്രതിഫലമുണ്ട്. ഞാനതിന് ഒരു തെളിവ് പറഞ്ഞേച്ചങ്ങ് നിർത്താം. ഒരു തെളിവ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ബാക്കി ദൈവം അനുവദിച്ചാൽ മെയ്യിൽ അവിടെ വെച്ചു. അവിടെയും ആൾക്കാർ വരണമല്ലോ. അപ്പം പ്രതിഫലം നോക്കിയത് കൊണ്ട് അതിൻ്റെ ഒരു പ്രതിഫലം പറയാം. ഇത് വിട്ടേച്ച് പോകുന്നത് കൊണ്ട് പുള്ളിക്ക് കുഴപ്പടി ഒന്നും വന്നില്ല. അതിന് ഒരു ഉദാഹരണം, ഒരു അധികാര കസേര മോശയുടെ മുൻപിലുണ്ട്. എല്ലാവരും മോശ ഈ ദൈവജനത്തോടു കൂടെ കഷ്ടം തിരഞ്ഞെടുത്തുമ്പോൾ മോശയെ പരിഹസിച്ച് കാണും. എടി നീ ചുമ്മാ ഈ മണ്ടത്തനം കാണിക്കാതെ, ഈ ചുമ്മാ ഇറ്റി ഉണ്ടാക്കുന്ന ഇവൻ്റെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നിനക്ക് ഉള്ളു തിന്ന് ഇവൻ്റെ എല്ലാം വായി നാറ്റോവാ. കാരണം തിന്നുന്നത് മുഴുവൻ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും സവോളയും ഉള്ളി. അപ്പൊ ആൾക്കാർ പറഞ്ഞു കാണും, ചുമ്മാ ഈ നാട്ടിൻ്റെ കൂടെ നടക്കാതെ നീ ഒന്നാം ദിനം കസേര കിടക്കുക, ആ തൊപ്പിയും വടിയും മുടിയും താടിയൊക്കെ ആയിട്ട് നീ കസേര ഇരിക്കുന്നതല്ലേ. മനസ്സിലായില്ല? ചുമ്മാ മീശയെല്ലാം മടിച്ച് കരിക്കിൻ്റെ മോന്തയെത്തിയ പോലെ, കാതും കഴുത്തുമെല്ലാം പറിച്ച് മത്തി വെട്ടിക്കഴുകിയതുപോലെ. ഇവന്നെ മത്തിക്ക് എന്നാ പറയുന്നത്, ചാളയോ? ചാള വെട്ടിക്കഴുകിയതുപോലെ തലയും എല്ലാം കളഞ്ഞാൽ പിന്നെ അങ്ങനെ ചില സഹോദരിമാരെല്ലാം കളഞ്ഞ്. അപ്പൊ ആൾക്കാർ പരിഹസിക്കും. ചുമ്മാ എന്തോ മോശ ഇങ്ങനെ നിന്നിച്ച് കാണും. നിന്നെപ്പോലൊരു പൊട്ടനുണ്ടോ? എടാ ഈ കസേര ഇട്ടേച്ച് ആരേലും പോവോ? ഇത് പറവോന്റെ കസേരയാ. ഈ കസേര ഇരുന്നൊരു കാര്യം പറഞ്ഞാൽ മിസ്രയീം മുഴുവൻ അനുസരിക്കും. അല്ല, വേൾഡ് മൊത്തം അനുസരിക്കും. അന്ന് ഏറ്റവും അധികാരമുള്ള സ്ഥലമാണ് മിസ്രയീം, ഈജിപ്റ്റ്. അങ്ങനെ അധികാര ഇപ്പൊ ചോദിക്കുക, നിങ്ങളോട് ചോദിക്കുക, യേശുക്രിസ്തുവിന്റെ നിന്ന് വേണോ അമേരിക്കൻ പ്രസിഡന്റ് ആകണോന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? പറ. ചങ്കത്ത് കൈവച്ച് ആത്മാർത്ഥമായിട്ട് പറയണം. പക്ഷേ എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ലോകം മുഴുവൻ സുവിശേഷം. സ്തോത്രം. ഒരു നല്ല അധികാര കസേര കിടക്കുക. മോശ പറഞ്ഞു എനിക്ക് കസേര വേണ്ട. ആൾക്കാർ പറഞ്ഞു, എടേ നീ പൊട്ടനാ, ആ അധികാര വസ്ത്രമെല്ലാം ധരിച്ച പൊൻചൊങ്കോലുമൊക്കെ പിടിച്ച കിരീടമൊക്കെ വെച്ച ഇരിക്കുന്ന കണ്ട ഒരു പവറല്ലേ, നീ ഒന്ന് ഞരങ്ങിയാ പോരെ, ഒന്ന് മൂളിയാ മതി, ലോകം പറക്കിയല്ലേ. മോശ പറഞ്ഞു എനിക്കത് വേണ്ട, ഈ കസേര വേണ്ട. അപ്പം എൻ്റെ ഭാഷ പറഞ്ഞ ഈ കസേര വേണ്ടാന്ന് വെച്ചേച്ച് മോശ എൻ്റെ ഭാഷ പറഞ്ഞ ഒരു വടിയുമായിട്ട് ഇനി ഇറങ്ങി. ആകെ കൂടെ കയ്യിലൊരു വടി. എല്ലാരും പറഞ്ഞു കാണും പൊട്ടന, മണ്ടന, ഇതുപോലെ പോഷൻ വേറെ ലോകത്തിലില്ല, ഇയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെയാ. ഇയാൾ പഠിച്ച സമയത്ത് നമ്മളെങ്ങാനും പഠിക്കുകയായിരുന്നേ, നല്ലതാ. അയ്യോ ഇയാൾ ഇതുപോലൊരു തിരുമണ്ടൻ. അല്ലല്ല, ദൈവം ഇത് കണ്ടു. ഈ കസേര ഇട്ടേച്ച് ഇങ്ങോട്ട് പോന്നത് ഇറങ്ങിയത് ദൈവം കണ്ടു. ചില നാളുകൾ കഴിഞ്ഞപ്പം ദൈവം തമ്പുരാൻ മോശയോടും അഹരോനോടും മൂപ്പന്മാരോടും ഒക്കെ പറഞ്ഞ് ഒരു കാര്യം ചെയ്യേ, ഇനി കയറി വരാൻ പറഞ്ഞ് താഴേന്ന് പർവ്വതത്തിലോട്ട് കയറി വാ. വായിച്ചേ 24-ാം അധ്യായത്തിന്റെ 1-2 ഒന്ന് വായിച്ചേ. പുറപ്പാട് 24-ന്റെ 1-2. ഞാൻ പെട്ടെന്ന് അങ്ങ് നിർത്താം. അവൻ പിന്നെയും മോശയോട് നീയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിക്കും. അയ്യോ പറഞ്ഞേ, പിന്നെ എല്ലാരും ഇനി കയറി വരാൻ പറഞ്ഞു. അപ്പം നീയും നാദാബും അബീഹുവും
70 മൂപ്പന്മാർ എല്ലാരും ഇഞ്ഞ് കയറി വരാൻ പറഞ്ഞു. കയറി ഇഞ്ഞ് മേളിൽ വന്നിട്ട് ദൂരത്ത് നിന്ന് എന്നാ വായിക്കാത്തേ? ദൂരത്ത് നിന്ന് നമസ്കരിപ്പിൻ. ഒറ്റ പ്രാവശ്യം വായിക്കുവുള്ളൂ, പിന്നെ വായിക്കുകയല്ലേ? ഇനി കയറി വന്ന് ദൂരത്ത് നിന്ന് നമസ്കരിപ്പിൻ. ആരൊക്കെയാ? ഒന്നുകൂടെ വായിച്ചേ. അഹരോനും നീയും അഹരോനും നാദാബും അബീഹുവും. അത് അഹരോന്റെ പിള്ളേരാ. ആ കൊച്ചുങ്ങൾ രണ്ടും നീയും അഹരോനും. പിന്നെ ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും. അപ്പൊ 70 പേര്. അപ്പൊ മൊത്തം 74 പേര്. നിങ്ങൾ 74 പേര് ഇനി കയറി വാ. എന്നിട്ട് കയറി ഇങ്ങോട്ട് വന്നിട്ട് ഉണർവ് കയറി ഇനി വരരുത്. ദൂരത്ത് നിന്ന് നമസ്കരിക്കണം. എന്നിട്ട് അടുത്ത വാക്യം വായിച്ചേ. മോശ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ. മോശ മാത്രം അടുത്ത് വരട്ടെ. നീ കസേര വിട്ടാച്ചല്ലേ ഇറങ്ങിയത്? അന്ന് നിന്നെ എല്ലാവരും പരിഹസിച്ചു, ആക്ഷേപിച്ചു, നിന്ദിച്ചു. നിന്നെ പോലൊരു മണ്ടൻ തിരുമണ്ടൻ ആരുമില്ലെന്ന് ദൈവം അത് കുറിച്ചു വെച്ചു ദൈവം തമ്പുരാൻ പറയാ 74 പേരും കയറി വാ. മറ്റവരെല്ലാം അങ്ങ് പാളയത്തിൽ. നിങ്ങൾ 74 കയറി വന്നേച്ച് 73 അവിടെ നിന്നോണം. ആ കസേര വിട്ടേച്ച് ഇറങ്ങിയവനുണ്ടല്ലോ ഇനി അടുത്തോട്ട് വരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിന്ന വലിയ ധനമെന്ന് എണ്ണിയവനില്ലേ, അവൻ അടുത്തു വരട്ടെ. സമ്പത്ത് വേണ്ടാന്ന് വെച്ചവനില്ലേ, അവൻ അടുത്തു വാ. അവൻ കുടുംബശ്രേഷ്ഠത വലുതായിട്ട് കാണാതിരുന്നവനില്ലേ, അവൻ അടുത്തു വാ. സ്വോത്ര കായബലത്തിന് വലിയ വില കൊടുക്കാതിരുന്നില്ലേ, അവൻ അടുത്തു വാ. പ്രൈസ് ദി ലോർഡ്. ആ നിക്ഷേപത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരുന്നില്ലേ, നീ അടുത്തു വാ. നിന്നെ അടുത്ത് വിളിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ അടുത്ത് ചേർത്തണയ്ക്കുന്ന ഒരു യേശുവുണ്ട്. നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു യേശുവുണ്ട്. വിട്ടത് മണ്ടത്തരമല്ല, ഊരിയത് മണ്ടത്തരമല്ല, ഉപേക്ഷിച്ചത് അബദ്ധമല്ല, വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമല്ല. ദൈവം നിന്നെ അടുത്ത് വിളിക്കുക. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അടുത്ത് വരാൻ പറഞ്ഞു. ധാരാളം വാക്യങ്ങളും വിഷയങ്ങളും ഇതിനോട് ബന്ധപ്പെട്ട് പ്രകാശിക്കുന്നുണ്ട്. അതിന് സമയത്തെ പോയി ഞങ്ങൾക്ക് അങ്ങ് ചെല്ലണമല്ലോ. ദൈവത്തിന് മഹത്വം. ലക്ഷക്കണക്കിന് ജനം പാളയത്തിലുണ്ട്. അതിൽ നിന്ന് ദൈവം പറഞ്ഞു 74 പേര് കയറി വരാൻ. ആ 74 കയറി ഇങ്ങോട്ട് വന്നപ്പോ തമ്പുരാൻ പറഞ്ഞു 73 ദൂരത്ത് നിന്നോണം. അതെല്ലാം വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചിറങ്ങിയ നീ ഇനി അടുത്ത് വരാൻ പറഞ്ഞു. ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്നുണ്ട്. ഒരു വാക്കിയോടെ പറഞ്ഞങ്ങ് നിർത്താം. ഇന്ന് അതിനെ ഒക്കുള്ളൂ. അടുത്ത് വരാൻ പറഞ്ഞിട്ട് തമ്പുരാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി അതിന്റെ 12ാമത്തെ വാക്യം വായിച്ചേ അമ്മാമേ. 12. പിന്നെ യഹോവ മോശയോട് നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കാം. കിടക്കുന്ന ലക്ഷക്കണക്കിന് ജനം പാളയത്തിലുണ്ട്. അവരിൽ നിന്ന് 74 പേരോട് പറഞ്ഞു കയറി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കയറി വരാൻ പറഞ്ഞേച്ച് പറഞ്ഞു 73 ദൂരെ നിന്ന് നമസ്കരിച്ചോണം. മോശ മാത്രം ഇങ്ങോട്ട് അടുത്ത് വരാൻ പറഞ്ഞു. അടുത്ത് വന്നപ്പോ ദൈവം പറയുക ഞാൻ അടുത്ത് വന്ന് എന്റെ അടുക്കൽ ഇരിക്കാൻ. അതെന്നാ നീ ആ കസേര വിട്ടേച്ചല്ലേ അങ്ങ് ഇറങ്ങി വന്നേ? ഞാൻ അന്നേ കുറിച്ച് വെച്ചതാ നിന്നെ എന്റെ അടുക്കൽ ഇരുത്തുവന്നു. ആ ഇരിക്കുന്ന സ്ഥലം എവിടാന്ന് 10-11 വാക്യം വായിച്ചേ. 10-11 വാക്യം. അവന്റെ പാദങ്ങൾക്ക് കീഴെ. മലയാളത്തിൽ ആദ്യം വായിക്ക്. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു. അടുത്തത് അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും ആയിരുന്നു. അതാ അങ്ങനത്തെ സ്ഥലമാ. നീലക്കല്ല് പടുത്ത തളം. തമിഴിൽ എങ്ങനെ എഴുതിയേക്കുന്നത് വായിച്ചേ. നീലക്കല്ല് ഇഴൈത്ത വേലയ്ക്ക് ഒപ്പാക എന്ന് പറഞ്ഞ നീ ആ മിസ്രയീമിലെ ഫറവോന്റെ സിംഹാസനം വേണ്ടാന്ന് വെച്ച് ഇറങ്ങി വന്നവനാ.
അതുകൊണ്ട് പറഞ്ഞു, ഇനി അടുത്ത് വന്ന് എൻ്റെ അടുക്ക് ഈ ദൈവത്തിൻ്റെ കൂടെ പിടിച്ചിരുത്തിയത് മോശനെ അല്ലാതെ വേറെ ആരെങ്കിലും ഇരുത്തി. സ്തോത്രം. കൂടെ ഇരുത്തുക. അങ്ങനെ നമ്മുടെ കർത്താവിനോട് കൂടെ ഇരുത്താനാ യേശു നമുക്ക് വേണ്ടി മരിച്ചത്. അവിടുത്തെ തിരുരക്തം നമുക്ക് വേണ്ടി ചീന്തി. അവിടുത്തെ തിരുശരീരം നമുക്കായി നുറുക്കപ്പെട്ടു. അവിടുന്ന് നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ചു. ചാട്ടമാറിന്റെ ഘോരമായ പ്രഹരമേറ്റു. മുടി തൊട്ട് അടിവരെ ആമേൻ രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നു. മുതുക ഉടവുചാല് പോലെ നീളത്തിൽ കീറി. കാർക്കിച്ച് തുപ്പലേറ്റു. കന്നത്തടി കിട്ടി. മുഷ്ടി ചുരുട്ടി കുത്തി. കന്നത്തടിച്ചു. പരിഹസിച്ചു. മുൾക്കിരീടം ധരിപ്പിച്ചു. സ്തോത്രം. നിന്ദിച്ചു. പരിഹസിച്ചു. ഇതെല്ലാം യേശു സഹിച്ചത് എന്നെയും നിങ്ങളെയും അവിടുത്തെ ഒപ്പം ഇരുത്താനാണ്. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, അങ്ങനെ അതിൻ്റെ മർമ്മം. താൻ ഇരിക്കും പോലെ താൻ ഇരിക്കുന്ന ഇടത്ത് നമ്മളെ ഇരുത്താൻ. തെസ്സലോനിക്ക ലേഖനത്തിൽ അങ്ങനെ ആണല്ലോ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ. അതിനാ യേശു നമുക്ക് വേണ്ടി മരിച്ചത്. ഇന്ന് രാത്രി ആ യേശുവിന് ഹൃദയം കൊടുത്ത്, ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച്, ആ കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും ആ നല്ല അന്ത്യം പ്രാപിച്ച് ആ സ്വർഗീയ സ്ഥലത്ത് എത്തുവാൻ, അവിടെ ഇരിക്കുവാൻ, എന്നും എന്നേക്കും കർത്താവിനോട് കൂടി ഇരിക്കുവാൻ നമുക്ക് ഇന്ന് രാത്രി സമർപ്പിക്കാം. എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം. എൻ്റെ യേശുവേ എന്നെ ഉപേക്ഷിക്കരുത്. എൻ്റെ യേശുവേ എന്നെ സഹായിക്കണം. ഇന്ന് രാത്രി എന്നെ നിന്റെ ലേക്ക് സമർപ്പിക്കുന്നു. ആ തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ കരമുയർത്തിയാട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ, കർത്താവിനോട് കൂടെ യുഗായുഗമായി വസിപ്പാൻ ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണിയതിന്റെ പ്രധാനപ്പെട്ട കാരണം അവൻ പ്രതിഫലം നോക്കിയത് കൊണ്ട്. പൗലോസ് പറയുക, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആരിവർ രാജനോടൊപ്പമായി പന്തികിരിപ്പതു സത്യസഭ. ആരിവർ രാജനോടൊപ്പമായി പന്തികിരിപ്പതു സത്യസഭ. പൊന്നേശുതമ്പൂര ചിന്തിയ രക്തത്തിൽ ഫലമാം വിശുദ്ധ കൂട്ടരത്രേ. പൊന്നേശുതമ്പൂര ചിന്തിയ രക്തത്തിൽ ഫലമാം വിശുദ്ധ കൂട്ടരത്രേ. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ വന്നു തീർന്നു പോകും. ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ വന്നു തീർന്നു പോകും. ഓ മനസ്സനാകണം നോക്കി നോക്കി നിന്ന് അത്ഭുതം പെട്ടിടോ സദസ്സിൽ. മനസ്സനാകണം നോക്കി നോക്കി നിന്ന് അത്ഭുതം പെട്ടിടോ സദസ്സിൽ. പ്രതിഫലങ്ങൾ വിവാദിച്ചു കൊണ്ടും തൻപേർക്കായി പാർത്തൽ വിശ്വസ്തരാ. പ്രതിഫലങ്ങൾ വിവാദിച്ചു കൊണ്ടും തൻപേർക്കായി പാർത്തൽ വിശ്വസ്തരാ. ജീവിതം ചെയ്താൻ ശുദ്ധിമാൻ വേണം. അതിടും സമ്മാനം ആ സദസ്സിൽ. ജീവിതം ചെയ്താൻ അതിടും സമ്മാനം ആ സദസ്സിൽ. ഓ ഹല്ലേലൂയ ജയം, ഹല്ലേലൂയ